നമസ്കാരം. മമ്മാസ് കുക്ക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമ്മളിന്നൊരു ക്യാരറ്റ് പായസമാണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാകും. ക്യാരറ്റ് പായസം എങ്ങനെയുണ്ട്? മിൽക്ക് പൗഡറോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ചേർക്കാത്ത നല്ല ക്രീമി ആയിട്ടുള്ള ക്യാരറ്റ് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പച്ചരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബിരിയാണി അരിയാണ്, ഏതരി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 10 നട്ട്സ് ഇടാം. അതിനുശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഒരു 10-15 മിനിറ്റ് മാത്രം മതിയാവും. ഇനി ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചെറിയ പീസാക്കിയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത്തിരി വലിയ പീസായി ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് നട്ട്സും ബദാമും ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് മുന്തിരിങ്ങ ചേർക്കാം. അപ്പോൾ മുന്തിരിങ്ങയൊക്കെ ഒന്ന് വീർത്ത് വരുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 3-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവും കേട്ടോ. ഇതിൻ്റെ പച്ച മണമൊക്കെ അങ്ങ് മാറും, പച്ചച്ചൊവ മാറും. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് വരണേ. അപ്പോൾ ഒട്ടും ഒരു പച്ചച്ചൊവ ഉണ്ടാവില്ല ക്യാരറ്റ് പായസത്തിന്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പാലൊഴിക്കാം. പാല് നന്നായിട്ട് കാച്ചിയ പാലാണിത്. പച്ചപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട്. കുറച്ച് പാൽ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം കുതിർക്കാൻ വെച്ചിരുന്ന അരി നട്ട്സും കൂടെ ഒന്ന് വെള്ളം മാറ്റിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് വെള്ളമില്ലാതെ പാലില്ലാതെ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അല്പം പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതായി ഒരു പരുവത്തിലാണ് വേണ്ടത്. ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകണ്ട കേട്ടോ. അല്പം തരിതരിപ്പായിട്ട് അരി കിടപ്പുണ്ട്. ഇങ്ങനെ മതി. ഇതിനി ബാക്കിയിരിക്കുന്ന പാലുമായിട്ടൊന്ന് ലൂസാക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. ഞാൻ പെട്ടെന്ന് ഓടി വന്ന് അങ്ങോട്ട് ഇതിനകത്തേക്ക് അതുപോലെ തന്നെ ഇട്ടു. ഇങ്ങനെ ചെയ്താൽ കട്ട കിട്ടും കേട്ടോ. നമുക്ക് മിക്സി ജാറിലേക്ക് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേണം ഒഴിക്കാൻ. ഇനിയിപ്പോൾ ഇതിനകത്ത് കട്ടയുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ കോരി എടുത്തിട്ട് ആ കട്ടയങ്ങ് ഉടച്ചാൽ മതിയാവും. ശരിക്കും ഇത് കലക്കിയിട്ട് ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഒട്ടും കട്ട ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല കുറുകി വരുന്ന ഒരു പാകത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ നല്ല കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒക്കെ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. പാലും പഞ്ചസാര എല്ലാം കൂടെ ഒന്ന് കുറുകി വരുമ്പോൾ. ഇപ്പോൾ ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. അതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ ഈ നട്ട്സ് എല്ലാം ഒന്ന് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തേക്ക് ഇടാം. ഈ പായസം തണുക്കുമ്പോൾ അല്പം ഒന്ന് കുറുകും കേട്ടോ. ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ പാലും കൂടെ ചേർത്താൽ മതിയാവും. നല്ല ടേസ്റ്റാണ് ഈ പായസത്തിന്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പായസമാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാകും ഈ ഒരു ക്യാരറ്റ് പായസം. അപ്പോൾ ഇതൊന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.